മാലതിയെ കണ്ടിരുന്നു. ആൾക്ക് ആകെ അത്ഭുതം. ഇത്ര തിരക്കിനിടയിലും ഈ കുട്ടി മുടി എങ്ങനെ ഇത്ര നന്നായി സംരക്ഷിക്കുന്നെന്ന്. ഹരിതകിയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞപ്പോ വലിയ സന്തോഷായി. കേശപരിപാലനത്തിന് ഹരിതകി ഹെർബൽ ഹെയർ കെയർ പ്രൊഡക്ട്സ്. നമസ്കാരം. ആനക്കാര്യത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്തിന്റെ ഹൃദയ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ അഭിമാനമായ ഗജശ്രേഷ്ഠൻ കിരൺ നാരായൺകുട്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ. വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. എല്ലാ ആനപ്രേമികൾക്കും കേൾവിയിലൂടെ അല്ലെങ്കിൽ ഈ ശബ്ദത്തിലൂടെ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കാത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് തുടങ്ങാം ഇന്നത്തെ ആനക്കാര്യം. ഹലോ, നമസ്കാരം. ഇനി ഞാനൊന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. കാരണം ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പൂരപ്പറമ്പുകളിൽ ആനകളുടെ വിശേഷണങ്ങൾ കൊണ്ട് ശരിക്കും എന്താ പറയുക, വേറൊരു ലോകത്തേക്ക് നമ്മളെ ശബ്ദം കൊണ്ട്, ആനകളുടെ വിശേഷണങ്ങൾ കൊണ്ട് ഒരു വേറെ ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. ശബ്ദത്തിലൂടെ ആയിരിക്കും എല്ലാ ആനപ്രേമികൾക്കും പരിചയം ഉണ്ടാവുക. ശൈലേഷ് വൈക്കം. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് ഇങ്ങനെ ആവേശം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ ആനകളുടെ വിശേഷണങ്ങൾ പറയുമ്പോൾ ഏത് ആനപ്രേമം ഇല്ലാത്തവർക്ക് പോലും പ്രേമമായി പോകും? പ്രത്യേകിച്ച് അതിന് കാരണം എന്താന്ന് എനിക്കും അറിയില്ല. നമ്മള് 2005 തൊട്ട് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് അങ്ങനെ നിലവിൽ ഉണ്ട്. പക്ഷേ വൈക്കം ആനപ്രേമം പറയുമ്പോൾ വൈക്കം ക്ഷേത്രമാണ്. വൈക്കത്തപ്പന്റെ മണ്ണിൽ നിന്നാണ് തുടക്കം. ഇപ്പൊ 2015 തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു നമ്മൾ വൈക്കം വിട്ടുകൊണ്ട് ആനയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. പിന്നെ ഈ ആനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വൈക്കത്തഷ്ടമിക്ക് ആനയൂട്ടും ഗജപൂജയൊക്കെ അവിടുത്തെ സംഘടനകളും ക്ഷേത്ര ദേവസ്വവും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് പോകുന്നുണ്ട്. എങ്കിലും അത് ഒരു നമ്മൾ അവിടെ സ്ഥിരം ഉള്ളത് കൊണ്ട് നമുക്കതൊരു പുതുമയൊന്നുമില്ല. വൈക്കം, അതാണ് ഞാൻ പറഞ്ഞത്, വൈക്കം വിട്ടിട്ട് പോയത് തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു. കൂടുതൽ ആളുകൾ അറിയപ്പെട്ടത് ആരുടെ വോയിസ് ഓവർ ചെയ്തിട്ടാണ്? അത് 2018 തിരുനക്കരപൂരത്തില് അത് ഭാഗ്യം ഉണ്ടായത് തെച്ചിക്കോട്ടുകാവ് രാമരാജാവിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഭാഗ്യമാണ്, നമ്മുടെ ഭാഗ്യമാണ് രാമൻ. അന്ന് രാമനും ഉണ്ടായിരുന്നു, ശിവരാജും ഉണ്ടായിരുന്നു. അപ്പം പടിഞ്ഞാറേ ചേരുവാരും കിഴക്കേ ചേരുവാരും രണ്ട് തൃശ്ശൂർ പൂരം പോലെ തന്നെ ആനകളെ നിർത്തിയിട്ടാണ് അവിടെ മേളത്തോടു കൂടി നടത്തുക. അപ്പോൾ ഓരോ എൻട്രിയും ഓരോ ആനയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ആനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്നതാണോ അതോ? അല്ല, അത് ഇതൊരു ടീം വർക്ക് ഉണ്ട് ഇതിന്റെ പിന്നില്. ശരിക്കും അഖിൽ ഷാജി എന്ന് പറഞ്ഞ ഒരു ആളാണ്, നമ്മുടെ കൂട്ടുകാരനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെ. അപ്പോൾ ഇനിയും അത് അങ്ങോട്ട് തന്നെ ആയിരിക്കും. ആ ഒരു ബോണ്ടിങ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എന്റെ രീതികൾ എന്താണെന്നറിയാം, എനിക്ക് പുള്ളിയുടെ കാര്യങ്ങൾ അറിയാം. അപ്പൊ ഞങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യും. അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ എന്തൊക്കെ പറയണം, അവിടുത്തെ കാര്യങ്ങൾ, വെറുതെ പോയി എന്തെങ്കിലും കാര്യമില്ല. അപ്പൊ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ നാരായണൻകുട്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ആനയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പൊല്ലിപ്പിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ഉള്ളത് തന്നെ വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞത് എവിടെയായിരുന്നു? കിരൺ നാരായണൻകുട്ടി നമ്മൾ കൊല്ലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്, പഴഞ്ഞി പെരുന്നാളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലാസ്റ്റ് ഇത്തിത്താനത്ത് പറഞ്ഞിട്ടുണ്ട്. കിരൺ നാരായണൻകുട്ടി പറയുമ്പോൾ നമുക്ക് ഒരു ആവേശമാണ്, കാരണം ഒരു ഇരട്ട ചങ്കനാണ്. പക്ഷെ ഇതല്ല, ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിൽ ഇങ്ങനെ ആവേശത്തോടു കൂടെ പറയുന്ന ആ സംഭവങ്ങളാണ് ഇങ്ങനെ മിന്നി മറിയുന്നത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം, ഇങ്ങനെ ലൈവായിട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം.
ഒത്തിരി വീരന്മാരുടെ പോരാട്ട വീര്യം കണ്ട ഇത്തിത്താനത്തിന്റെ മണ്ണിലേക്ക് അക്ഷരനഗരിയുടെ അക്ഷരം തെറ്റാത്ത ഇരട്ടച്ചങ്കന്റെ വരവ്. വരികയാണവൻ, സാക്ഷാൽ ത്രിലോകാധിപതി കിരൺ നാരായണൻ കുട്ടി വരികയാണ്, വന്നു ചേരുകയാണവൻ. ഇന്നത്തെ തലമുറയും മുന്നത്തെ തലമുറയും ഒന്നുപോലെ വാഴ്ത്തിപ്പാടുന്ന അക്ഷരം തെറ്റാത്ത വീരപുരുഷൻ. ആണുങ്ങൾക്ക് ഇടനെഞ്ചിൽ സ്ഥാനം കൊടുത്ത മണ്ണിൽ എല്ലാം ആവേശത്തിന്റെ ശരമാരി കാണിച്ചു കൊടുത്ത ചരിത്രമുള്ളവൻ. ഭയമെന്തെന്നറിയാതെ തോറ്റുമടങ്ങിയ ചരിത്രമില്ലാതെ ഏതു വേദിയും കീഴടക്കുവാൻ പോന്ന ചങ്കൂറ്റത്തിന്റെ ആനരൂപം. അവതാര പിറവികൾക്ക് എന്നും ജന്മം കൊടുത്ത വടക്കേന്ത്യൻ മണ്ണിൽ മിടുക്കനായി പിറന്ന പോരാളി. ശക്തന്റെ നാട്ടിലും വള്ളുവ നാട്ടിലും മുതൽ കോലത്തിരി നാട്ടിലും സാമൂതിരി നാട്ടിലും വരെ ആരാധകരേറെ കാത്തിരിക്കുന്ന ആവേശം. പേരുകൊണ്ടുവരെ പോരാളികൾക്കിടയിൽ പ്രകമ്പനം സൃഷ്ടിക്കുവാൻ പോന്നവൻ ഒരേ ഒരു നാരായണൻ കുട്ടി, കിരൺ നാരായണൻ കുട്ടി. എന്തായാലും ഇതിങ്ങനെ ലൈവായിട്ട് കേൾക്കാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് നമ്മുടെ നായകന്റെ അടുത്തേക്ക് പോകണം. ആ വിശേഷണങ്ങളെ ആയിട്ടുള്ളൂ. പോവാം. ഇവിടെയാണ് നമ്മുടെ കഥാനായകൻ. അതെ, തുർക്കി കിരൺ നാരായണൻ കുട്ടി. അതെ അതെ. പക്ഷെ ആള് കാട് കയറി നിൽക്കുന്നുണ്ടല്ലോ. കാട് കയറുന്നുണ്ട്. അവൻ ഇന്ന് നല്ലൊരു അന്തരീക്ഷമാണ്. അതെ, വെയിലുണ്ട്, മഴയുണ്ട്. വെയിൽ വരുന്നു, ഇടയ്ക്ക് മഴ വരുന്നു. അതെ അതെ, അത് ആസ്വദിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത് പോവാം. മോനെ, ഇതാണ് നേരത്തെ പറഞ്ഞ് അതെ, ഗന്ധർവനും ഭീമനും ചെവിയനും പൂവാലനും അഴകിന്റെ മഴവിൽ കാവടിയും അടക്കി ഭരിച്ച അക്ഷരനഗരിയുടെ എണ്ണം പറഞ്ഞ ഇരട്ടച്ചൻ. എന്റെ അമ്മോ, ഞാൻ ഇതൊക്കെ വീണ്ടും ഇതുപോലെ പറയണം എന്നൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോഴേക്കും വിശേഷണങ്ങളുടെ പെരുമഴയാണ്. മഴയായിപ്പോയി അല്ലേ? എന്തായാലും ആളവിടെ ഭയങ്കര ബിസിയാണ്. കാര്യം ഇതൊരു കാട് പോലത്തെ ഒരു ഫീല് അല്ലേ? അവിടെ അവർക്ക് യഥേഷ്ടം കഴിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. നല്ല പച്ചപ്പാണ്. അതെ, ആളെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഓടിച്ചെന്ന് ആർക്കും എടുക്കാൻ പറ്റുന്ന ഒരു മുതലല്ല. അല്ല, എല്ലാ ആനകളെയും പോലെ അല്ല. ആയ കാലത്ത് ഇവൻ കോട്ടയം എന്ന നമ്മുടെ ജില്ലയുടെ, കോട്ടയം പട്ടണത്തിന്റെ സിഗ്നേച്ചർ അടിവരയിട്ട് ആനക്കേരളത്തിൽ ഉറപ്പിച്ച ഒന്നാം തരം മുതലാണ്. അതാരാണെന്ന് ചോദിച്ചാൽ അതാ ബാടാ, ബാ ഇങ്ങോട്ട് വാ. എന്നെ കാണാനല്ലേ വന്നേ, എന്റെ കാഴ്ചകൾ കാണിക്കാനല്ലേ വന്നേ, ബാ. നാരായണൻകുട്ടിയുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ആദ്യം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? നമ്മളെ വന്ന വഴിക്കുന്ന ആള് വായിൽ തരട്ടെ. ആ, വന്ന വഴിക്ക് നമുക്കൊരു സലാമൊക്കെ തന്നതാ. ഇത് മാങ്ങയായാലോ? അതെ, നീലം മാങ്ങയാന്ന് തോന്നണേ കേട്ടെ. അപ്പം നമ്മൾ ചെറിയ എന്താ പറയുക, മാങ്ങയും പൈനാപ്പിളും ഒക്കെ കൊടുത്ത് ആളെ ഹാപ്പി ആക്കിയിട്ടുണ്ട് ചെറുതായിട്ട്. എന്നാലും ആളുടെ ഒരു സ്പെഷ്യാലിറ്റി സാധനം നമ്മളെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൊടുക്കാം. ഇനി നമുക്ക് ആനയുടെ നമ്മുടെ ഇവന്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്.
ആനയുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാൻ നമുക്ക് വേറൊരു ലൊക്കേഷനിലേക്ക് പോകാം. അതെ അതെ, നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക്, പിന്നെ അതുമല്ല വഴിയടി അത്യാവശ്യമാണ്, വഴിയടിയും കൂടി നമുക്ക് ഒന്നിച്ച് നമ്മള് പോടേണ്ട മുമ്പ് ആള് പോകുന്നുണ്ട്. ആള് പോകുന്നുണ്ട്, ആളുടെ ഒപ്പം നമുക്ക് എന്തി ആളെന്തി, നമ്മുടെ കൂടെ ഒന്നാണ്. അതാ ഞാൻ ചോദിക്കണം, ആളെന്തി, ആള് കാട്ടിപ്പോയി. അതെ, നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്പോട്ടിൽ കുറച്ച് പുല്ല് കണ്ടു കഴിഞ്ഞപ്പോ ആള് അങ്ങോട്ട് കയറി. ആള് ഇന്നത്തെ ദിവസം അറുമാദിക്കുകയാണ്. മാലതിയെ കണ്ടിരുന്നു. ആൾക്ക് ആകെ അത്ഭുതം. ഇത്ര തിരക്കിനിടയിലും ഈ കുട്ടി മുടി എങ്ങനെ ഇത്ര നന്നായി സംരക്ഷിക്കുന്നെന്ന്. ഹരിതകിയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞപ്പോ വലിയ സന്തോഷായി. കേശപരിപാലനത്തിന് ഹരിതകി ഹെർബൽ ഹെയർ കെയർ പ്രൊഡക്ട്സ്. ഇനി നമ്മൾ കിരൺ നാരായണൻകുട്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. നമ്മളോടൊപ്പം ഉടമസ്ഥനായിട്ടുള്ള മധുചേട്ടനുണ്ട്. മധുചേട്ടൻ നമസ്കാരം. നമസ്കാരം. പിന്നെ നമ്മുടെ ആനയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം ഇത് ചരിത്രമുറങ്ങുന്ന നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അവിടെ ആന നിൽക്കുന്നു, ആൽത്തറയുണ്ട്, നല്ല അന്തസ്സായ ഒരു അന്തരീക്ഷം, മഴയുണ്ട്. മഴയോടുകൂടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ആനക്കാര്യങ്ങൾ പറയുമ്പോൾ എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് സാറ്. അപ്പം നമ്മുടെ ഗണേഷ് കുമാർ പ്രസിഡന്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഉത്സവാന്തരീക്ഷത്തിലേക്ക് വിലയിരുത്തുന്നത്? നല്ല രീതിയിൽ ആ ഫെഡറേഷൻ പ്രവർത്തിച്ചു വരുന്നു. അത് പല പല കാര്യങ്ങളിലും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒരു കൂട്ടായ്മയുടെ പ്രതീകമായിട്ട് അത് മാറിയിട്ടുമുണ്ട്. ഇപ്പോൾ ആനകളെല്ലാം കുറഞ്ഞു വരികയാണ്. ഏകദേശം 400-നടുത്ത് ആനകളുണ്ടായിരുന്നു. അതൊക്കെ ആ ലെവലിൽ നിന്നൊക്കെ താഴോട്ട് വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, ഈ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ആനയുണ്ടായിരുന്നു, അല്ലെ തൃശ്ശൂർ പൂരം ഇങ്ങനെ ആയിരുന്നു, അവിടെ 30 ആന എഴുന്നള്ളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ആനയും ഉത്സവങ്ങളൊക്കെ. അപ്പം ആന കുറഞ്ഞു വരുന്നു, പുതിയ ആനകൾ വരുന്നില്ല. അതൊരു വിശ്വാസം മാറ്റപ്പെടും എന്ന് നിയമങ്ങൾ മാറും എന്ന് വിചാരിക്കാം. കിരൺ നാരായണൻകുട്ടി മാത്രമല്ല, കിരൺ ഗ്രൂപ്പിന് മറ്റു ആനകളും കൂടെ ഉണ്ടായിരുന്നു. കിരൺ ഗണപതി, കിരൺ കണ്ണൻ കൊമ്പെ പിടിച്ച് അവനായിട്ട് അങ്ങനെയാണ്. അത് നാരായണൻകുട്ടിയുടെ പ്രത്യേകത. ഇവര് തമ്മിലുള്ള ഒരു കോംബോ ആണ്. ഒരു സ്റ്റാർട്ടിംഗ് മുതലേ അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ട് കൊമ്പെ പിടിച്ച്. അപ്പം തല ഉയർത്തുന്നതും നല്ലൊരു മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. പിന്നെ സാറുമായിട്ട് നല്ല കണക്ഷനാണ്. വണ്ടി വരുമ്പോഴും എല്ലാം കാണാൻ പറ്റുന്നു, ആനയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. അതിന്റെ നീരുകാലത്ത് ഞാൻ അങ്ങനെ പോകാറില്ല, വലിയ ഇതിലൊന്നും കാണിക്കാറില്ല. കാരണം അതൊരു വന്യമൃഗമാണ്. ആ ബോധം എനിക്കുണ്ട്. കാലഘട്ടത്തിലൊക്കെ കയ്യിലെ കൊണ്ട് ആഹാരം കൊടുക്കാൻ സമ്മതിക്കും. എൻ്റെ നിന്ന് മേടിച്ച് കഴിക്കും. ഞാൻ കുറച്ചൊക്കെ ഇത് ചെയ്യും. എന്നാലും ഞാൻ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ലേഹ്യവും അതിന്റെ ആഹാരക്രമവും എല്ലാം കൃത്യമായിട്ട് നോക്കി പോകുന്നുണ്ട് അല്ലേ? ലേഹ്യം എല്ലാം കൃത്യമായിട്ട് പോകും. എന്തായാലും ആൾ ഉഷാറായി വരുന്നുണ്ട്. കാലത്തൊന്ന് ചെറിയ ഒരു ക്ഷീണം തോന്നിച്ചിരുന്നു നമുക്ക്. എന്തായാലും വളരെ സന്തോഷമായിട്ടാണ് ആള് നിൽക്കുന്നത്, ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഉത്സവം കഴിഞ്ഞാലും ആള് വീണ്ടും സജീവമാണ്. ഷൂട്ടിന് പോകുന്നല്ലോ, സെലിബ്രിറ്റിയാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, 2-3 സിനിമയിലുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ആളാ. തൃശ്ശൂർ പൂരം ജയസൂര്യ വന്ന് ഉമ്മ വെക്കുന്ന ഒരു സീനുണ്ട്. അത് ജയസൂര്യക്ക് ഉമ്മ വെച്ചിട്ട് പോകാം, പക്ഷെ പേടിച്ചത് ആനക്കാരനാണ്. കാരണം ആന മുതലാണെന്ന് ആന അറിയുന്നവർക്ക് അറിയാം. കാരണം ഭയങ്കര ഒരു ഇതായിപ്പോയി. പുള്ളി പറയാതെ വന്ന് അങ്ങനെ കാണിക്കുകയും അതൊരു ഇതില്ലാതെ. ഏതായാലും ആന
ഒരു പ്രശ്നവും കാണിച്ചില്ല. ഉണ്ടാക്കിയില്ല. ആള് സംയമനം പാലിച്ചു അല്ലേ? വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ കണ്ടത് നാഗമ്പടം പാലം കേറുന്നതിന്റെ അവിടുന്ന് പിന്നെ ആളെ കാണുന്നില്ല. പിന്നെ ഭയങ്കര സ്പീഡാ. പിന്നെ ആനക്കാരൊന്നും പറഞ്ഞാൽ വേണ്ട, അതന്നെ. ആനക്കാരൊക്കെ പുറകിലായിരുന്നു. ആളാണ് മുന്നിൽ പോയി നേരെ വീട്ടിലേക്ക് കയറി. അതുമല്ല, ആ ഡോറിന്റെ അങ്ങോട്ടേക്ക് പോയി തുമ്പിക്കൈ അങ്ങോട്ട് നീട്ടി. കിരൺ നാരായണൻകുട്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇനിയുള്ള പ്രതീക്ഷകൾ അവനിൽ മറ്റ് എന്തെങ്കിലും ആഗ്രഹങ്ങൾ എന്താണ് ഉള്ളത്? അടുത്ത കാലത്ത് മധുരയിൽ ഒരു മന്ത്രിയുടെ മകൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതും ഒരു ചെറിയ അല്പം സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് പോയി. അതെ, അടിപൊളിയാണ്. ഒരു ഗജപൂജയ്ക്ക് വേണ്ടിയിട്ട് പോയി. ആണല്ലേ? ഓർത്തിരിക്കണം പ്രേക്ഷകരെ, ഈ നിൽക്കുന്ന കിരൺ നാരായണൻകുട്ടി ചില്ലറക്കാരനല്ല. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ആനക്കാരുടെ ഒരു മനസ്സും അവരുടെ ഒരു അധ്വാനം, അവരെ കുറിച്ചുള്ള അവരെക്കുറിച്ച് ജയേഷ് ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞിട്ടാണ് വന്നത്. നല്ല അഭിപ്രായം. ഇതിനു മുമ്പ് നിന്നിട്ടുള്ളതാണ്. നല്ല രീതിയിൽ മാറിപ്പോയിരുന്നു. ആനക്കാരാണ് ആനയെ നിലനിർത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതിന്റെ വേണ്ടത് നമ്മൾ സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു മുതലാളിയെ സംബന്ധിച്ചത്. അത് താങ്കൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ബോധ്യപ്പെട്ടു. ഒരുപാട് സന്തോഷം. ആനപ്രേമം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഒരുപാട് സന്തോഷം നിങ്ങൾ വന്നതിൽ. ആനക്കാരുടെ വിശേഷങ്ങളിലേക്ക് അവർക്ക് എന്താണ് കിരൺ നാരായണൻകുട്ടിയെ കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ നമുക്കറിയണം. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഇപ്പം മഴയാണ്, ചിഹ്നം പിന്നം പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലവർഷം തകർത്ത് പെയ്യുന്ന ഈ അന്തരീക്ഷത്തിൽ ജിയേഷ് വാടാനപ്പള്ളിക്ക് സ്വാഗതം. ഈ 1.5 മുതലിനെ, ഇല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാവൻ ഞൊടിയിട നേരം മാത്രം എടുത്ത ഈ ഒരു മുതലിനെ ഒരു ഇതിനേക്കായി വലിയ ആനകളുണ്ട്, ഇല്ലെങ്കിൽ ആനക്കാരുണ്ട്, അങ്ങനെയുള്ള ഒരു സദസ്സിലേക്ക് ഇവൻ്റെ കൊമ്പും പിടിച്ചങ്ങ് കയറി ചെല്ലുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു വികാരം? മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ നല്ല നല്ല ആനക്കാര് കെട്ടിപ്പഴിക്കൊരു ആന. പിന്നെ എന്താ പറയുക, ചെറുപ്പം മുതലാണെങ്കിൽ നമ്മൾ പണിക്കീഴിൽ വന്നപ്പോൾ തുടങ്ങി നാരായണൻകുട്ടി, കോട്ടയം കിരൺ നാരായണൻകുട്ടി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ജയ്മോ ചേട്ടനും കതിർവാജ് ചേട്ടനൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സുപ്രഭാതത്തില് നമുക്ക് അതിനോടുള്ള ത്രില്ല. ഈ ആന വടക്കം നാട്ടിൽ നിന്ന് വിട്ട് ഈ ആന ഒരു കൊല്ലം നടക്കട്ടായിരിക്കണം, അല്ലെങ്കിൽ കൂടെ നിൽക്കണം എന്നുള്ളൊരു ത്രില്ലായിരുന്നു. അപ്പൊ ഞാൻ നമ്മളെ കൂത്താറിനെ സുനിയാന്റെ ഒപ്പമാണ് ഫസ്റ്റില് ഈ ആനക്ക് വരുന്നത്. ഈ ആനയുടെ പ്രത്യേകത വെച്ചാൽ പഴയ ആൾക്കാർക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയുള്ളൂ. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പൊ ഇത് നാരായണൻകുട്ടി കാര്യകൂട്ടത്ത് ഇങ്ങനെ ഒരു കൊല്ലം ഞാൻ ഇതിനെ കൊണ്ട് അവിടെ ഇറക്കി കാര്യകൂട്ടം പരിപാടിക്ക്. അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അപ്പൊ ഈ ഇടയായിട്ടൊന്നുമില്ല, ആന ഇതേപോലെ ഫ്രീ ആയിട്ട് ഇറക്കി നിർത്തി ഒരു ഉച്ച നേരത്താ. അപ്പൊ അവിടുത്തെ ഒരു കാർന്നൂർ വന്നിട്ട് എന്നോട് പറയാ, ഇത് കാര്യകൂട്ടം നാരായണൻകുട്ടിയാണില്ലേ? ഞാൻ പറഞ്ഞു ഒരു കാർന്നൂരാ. അപ്പൊ പഴയ ആനക്കാരനാണ്, എനിക്കറിയില്ല. എടാ കൊച്ചു ചേർക്ക, അല്ല കൊച്ചു മോനെ, ഞാനിങ്ങനൊന്നും കൊണ്ടുനടക്കരുത്, ഞാനെ ബന്ധുസ് ചെയ്ത് കൊണ്ടുനടക്കണം, ഓരോരോ ചിട്ടകളുണ്ട്, ഞാൻ വിട്ടുമാറി പോവരുത് ആൻ്റെ അടുത്ത്. പിന്നെ വരുമ്പോ ആന ചാടിക്കും. ആ കാലത്ത് ആള് ഈ ആനയുടെ ആയ കാലത്ത് നിന്നിട്ടുള്ളതാണ്. അപ്പൊ ആള് എന്നോട് പറഞ്ഞു പഠിച്ചിട്ട് ഏത് ആനക്കാരനായാലും വലിയ വലിയ ആനക്കാരായാലും അവരുടെ ഉള്ളിന്റെ പേടിയുന്ന സാധനമുണ്ട്. ഈ ഉള്ളിലൊരു ഇതുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പം നിറച്ച ആള് നിൽക്കുന്ന ഒരു വേദിയിലേക്ക്, ഉത്സവപ്പറമ്പിലേക്ക് മേളമുണ്ട്, താലമുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഈ മുതലിനെ പിടിച്ച് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു? ആരെവിടെ വരും, എവിടെ വരും? പറഞ്ഞ പോലെ ചുറ്റും കണ്ണു വേണം. പക്ഷെ നമുക്ക് ഒരു അതിന്റെ ഒരു നേരങ്ങളുണ്ട്. ഒരു ആനയ്ക്ക് ഒരേതായ ശൈലികളുണ്ട്. അപ്പൊ ഇതിനിപ്പോ നമുക്കറിയാം നമ്മളെ കൂടത്തിലുണ്ടാവും മനസ്സാണത്. സാഹചര്യത്തിന് ചേരുന്ന രീതിയിൽ നമ്മൾ പെരുമാറിക്കോണം. നമ്മളിപ്പോ എന്താ പറയാ, ഷൂട്ടിങ്ങിന്റെ പോലെ എന്താ പറയാ, വസ്ത്രം മാറുന്നതനുസരിച്ച് നമ്മൾ ഇതിന്റെ റോഡ് മാറുന്നതനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റേജുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിന്ന് വന്നപ്പോൾ ആന കിടത്തി കുളിക്കുകയാണ്. നല്ലൊരു കുളിയാണ്, കുളിസീനോട് കൂടിയാണ് നമ്മൾ വന്നത്. അപ്പം ആ കിടത്തി കുളിക്കുമ്പോൾ 3-4 മണിക്കൂർ ഒരു വലിയ ആനയ്ക്ക് നമുക്ക് എടുക്കും അല്ലെ? 4 മണിക്കൂറിന് മേളിലെടുക്കും. നല്ലൊരു അധ്വാനം കൂടിയുണ്ട്, ശരിയായ ഒരു അധ്വാനം കൂടിയുണ്ട്. അപ്പൊ ആനയ്ക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താ കിട്ടുക? ഒരു മസാജ് നമ്മുടെ നാടി നേരുമ്പോ നമ്മളിപ്പോ എന്താ പറയാ, എല്ലാതും വർക്കിംഗ് ആവും, പിന്നെ എയറിന്റെ ചെറുതാവും. അങ്ങനെ ഈ തല്ലും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, പിന്നെ നീര് നടക്കി നീര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിയാനിപ്പിച്ച് ഒരു 5 കിലോമീറ്റർ 2 കിലോമീറ്റർ വഴിയടിക്കാൻ പറ്റുന്ന വഴിയടിക്കാം. ലോറി യാത്ര കൂടുതൽ കാരണം വഴിയടി വർക്കിംഗ് കണ്ടീഷൻ ആവും. നമുക്കൊരു
ആള് സെറ്റായി നിൽക്കും. അവന് എന്താണ് കൂടുതൽ കഴിക്കാനും അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? കൂടുതൽ കഴിക്കാൻ ചിലപ്പോ ചക്കോട് ഭയങ്കര പ്രിയ. ചക്കക്കൊമ്പനാ? ചക്കക്കൊമ്പൻ അങ്ങനല്ല. സെലിബ്രിറ്റിയാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂർ പൂരം എന്ന ആ ഒരു മഹത്തായ ഒരു സിനിമ, ആ സിനിമയുടെ സിനിമയുടെ നേരത്തെ എനിക്ക് വയ്യാണ്ടിരിക്കുന്ന നേരത്ത് ഷൂട്ടിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോ പറഞ്ഞു കാട്ടാനായിട്ടെന്ന് പറഞ്ഞു. സുഖല്ലേ അപ്പോഴെന്ന് പറഞ്ഞു ചങ്ങല അയച്ചോളാൻ പറഞ്ഞു ഒരാൾ വന്നിട്ട്. അപ്പൊ ഏത് എങ്ങനെ ആ വട്ടങ്ങൾ അത് അയച്ചിട്ടു. ആ ബാക്കിലത്തെ അതുകൂടെ അപ്പുറത്തേക്ക് ആള് ഇത് ഫ്രണ്ടിലത്തെ വന്ന് ലാസ്റ്റ് കഴിച്ചിട്ട് അയക്കാൻ പറഞ്ഞു. എവിടെയും ചെന്ന് ഇപ്പൊ പിടിച്ചാന്ന് നിൽക്കൂല, എന്നാലും ഒന്ന് പിടിച്ച് വലിക്കണമെങ്കിൽ ഒന്ന് എന്തായാലും വേണ്ടേ. ഞാൻ പറഞ്ഞു അത് അടിക്കണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഇങ്ങനെ നടന്നു വരുന്ന സീനാ സൈഡിൽ കൂടെ. എന്നിട്ട് ആനങ്ങൾ നോക്കണു പോണോന്നാണ് അവര് പറഞ്ഞത്. മറ്റേ നമ്മളെ ചേട്ടൻ ജയസൂര്യ ചേട്ടൻ എന്താ ചെയ്തു, ഇവരെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സാധനം ഇട്ടു. ഉമ്മ എന്താ പറയാ, നമ്മള് എന്ത് പോലെ പറയാൻ പറ്റൂ. ഞാൻ അപ്പടെ വയ്യാനുണ്ട്. ഇത് ഏതാണ്ട് ഇത്ര അകലുണ്ടാവും ഞാൻ നിക്കണത്. ഞാനൊരു വലിയ മറവിൽ നിൽക്കാം നേരെ പാലത്തിന്റെ. ഞാൻ പറഞ്ഞു എന്തേലും ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണാപ്പി മാനേജ്മെന്റ് പറഞ്ഞു എന്തേലും ഉണ്ടായി കഴിഞ്ഞാല് റോട്ടിൽ ഓടിയാൻ രക്ഷപ്പെടില്ല. ഞാൻ ചാടും വെള്ളത്തിൽ. സത്യം ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ ചാടും വെള്ളത്തിൽ. ഇത് നമുക്ക് കുറച്ചേരം പിടിച്ചേട്ടാ. ജീവൻ പോയി കഴിഞ്ഞാൽ പിടിച്ചേട്ടാൻ പറ്റിയിട്ട് പോയിട്ട് കാര്യമില്ല. ചട്ടക്കാരന്റെ ശരിയായ സാമീപ്യം എന്റെ കൂടെ ഉണ്ടാവണം. ജയസൂര്യേട്ടൻ വരുമ്പോ മുണ്ടിന്റെ കാര്യം റെഡി ആയില്ല. അപ്പൊ വീണ്ടും അമ്മേ അപ്പൊ ഞാൻ വീണ്ടും അപ്പൊ ഉമ്മ വെക്കൂ. ഉമ്മ വെക്കില്ലെന്നുണ്ട്. അപ്പൊ 2 പ്രാവശ്യം ഉമ്മ വെച്ചു. 3ാമത്തെ ഉമ്മ വെച്ചപ്പോ എന്റെ പൊന്നെ പിന്നെ മൂപ്പർക്ക് ഉമ്മ വെച്ച് പോയാൽ മതി. നമ്മള് കയറി ചെല്ലുമ്പോ നമുക്ക് കിട്ടാ ചിലപ്പോ ആളെ ചെയ്താലോ കഴിഞ്ഞിട്ട് പിന്നെ അടിപൊളിയായി. പിന്നെ ആ സീനും ഫീലിംഗാ ദൈവേ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ചെങ്ങാതി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സംഭവം നമ്മൾ കാണും. കൊല്ലംകോട് നിതീഷേട്ടൻ അറിയും. അവിടെ ഊട്ടിന് പോയി. അപ്പൊ ഞങ്ങ അപ്പുറത്ത് മൂപ്പര് ഇപ്പുറത്ത് നടിക്കലല്ലേ രണ്ടാന നിൽക്കുന്നത്. അപ്പൊ നടിക്കല് ചങ്ങാതി വന്നിട്ട് ഒരു ഓരോ കരിമ്പിന്റെ വലുത് കൊണ്ടിട്ട് 2 ആന ചാടി പിടിച്ചു. എന്റെ പൊന്ന് ഞാൻ വിചാരിച്ചില്ല എന്ത് സംഭവിക്കാൻ അറിയില്ല. ഗണവേനം വിടുന്നില്ല, ഇതും വിടുന്നില്ല. വാശിക്ക് 2 ആള്. അപ്പൊ കുളത്തിലൊക്കെ നോക്കിയപ്പോ സാവിച്ചേട്ടൻ കുളത്തിലാന്ന് വിളിക്കാതെ. അപ്പൊ ആള് പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. 2 ആൾ ഓടിച്ച് 2 ആൾ തിന്നു. ഒരു കുഴപ്പമില്ല. ഓ ഇതേ ഉള്ളൊന്നരിച്ച് കാരണം ഒരെണ്ണം പിടിമ്പലായിട്ട് നിൽക്കല്ല. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയില്ല. ആരും ഒരു കമ്മിന്റെ ആനയായാലും പക്ഷെ നമുക്കൊരു പിന്നെ സ്വഭാവമല്ലേ ആനയുടെ. നമ്മളെ മക്കളെ തല്ലുവിടുന്നില്ലേ. അപ്പൊ ചില സൗഹൃദങ്ങൾ അവർക്കിടയിലും ഉണ്ട്. തീർച്ചയായിട്ടും സൗഹൃദങ്ങൾ എല്ലായിടത്തും ഉണ്ട്. സൗഹൃദങ്ങൾ അവസാനിക്കുന്നില്ല. ഉത്സവപ്പറമ്പുകൾ സജീവമാവട്ടെ. കിരൺ നാരായണൻകുട്ടി കൂടുതൽ ഉഷാറാവട്ടെ, ഗംഭീരമാവട്ടെ അടുത്ത സീസൺ. ഇനിയിപ്പോൾ ആനയോട്ട് വരുന്നു, നീരുകാലം വരുന്നു. എല്ലാം കഴിയുമ്പം നല്ലൊരു ഉത്സവകാലം നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും GH വാടാനപ്പള്ളി ഗംഭീരാക്കും. അപ്പം എന്തായാലും സന്തോഷം. ഇനിയും ഇതേപോലെ തന്നെ സ്നേഹത്തോടു കൂടെ മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ആനക്കാര്യം? ഒരുപാട് ആനക്കാര്യൻ ഞാൻ കുറച്ച് എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. കാരണം ഇന്നത്തെ ഒരു ദിവസമാണെങ്കിലും ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ എല്ലാവരും അറിയണം. മുന്നിൽ കാണുന്നത് മാത്രമല്ല പിന്നിലും ഒരുപാട് പ്രയത്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതെ, അടുത്തൊരു അധ്യായത്തിൽ അടുത്തൊരു ഗജകേസരിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പക്ഷെ അതിനു മുമ്പ് സാധാരണ ഞാൻ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുക. പക്ഷെ ഇതൊരു വ്യത്യാസമാണല്ലോ. അപ്പൊ ഇത് ചേട്ടൻ വൈൻഡപ്പ് ചെയ്യണം. ഗന്ധർവനും ഭീമനും ചെവിയനും പൂവാലനും അഴകിന്റെ മഴവിൽ കാവടിയും അടക്കി ഭരിക്കുന്ന അക്ഷരനഗരിയുടെ എണ്ണം പറഞ്ഞ ഇരട്ടച്ചങ്കൻ
ഞൊടിയുടെ നേരം കൊണ്ട് എന്താണ് താനെന്ന് കാണിച്ചു കൊടുത്ത ഉഗ്ര ഗജപ്പിറവി. നിറഞ്ഞ സ്നേഹത്തോടെ ഈ ആനക്കാര്യത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എൻ്റെ അണിയറ പ്രവർത്തകർക്കും. ഇത് കണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകരും ഇതിനോടൊപ്പം യാത്ര തുടരണം. ഇനിയും പുതിയ പുതിയ അധ്യായങ്ങൾ മുന്നിലേക്ക് വന്നു ചേരും, ആന വിശേഷങ്ങൾ വന്നു ചേരും. നിറഞ്ഞ സ്നേഹത്തോടെ, സ്നേഹപൂർവ്വം.